ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദർശ് ജയനോട് സങ്കടമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അമ്മ മൈൻഡ് ചെയ്യുന്നില്ല, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജയൻ ദേവയാനിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ സങ്കടമൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത സ്ഥിതിക്ക് അവനെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അവൻ്റെ ഭാര്യയെ നയനമോൾക്കില്ലാത്ത സംശയമാണോ നിനക്ക്? അവൻ എന്തെങ്കിലും നിന്നോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്താ അവനിങ്ങനെ സംശയിക്കുന്നത്? അവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി തിരിച്ച് പറയുന്നുണ്ട്, അവൻ ഇതിനു മുമ്പ് നുണയൊന്നും പറയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പം അവനെ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ സ്നേഹിക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, നമ്മുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് അച്ഛൻ്റെ നിലപാടിൽ നിന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു, അവൻ്റെ MD സ്ഥാനമൊക്കെ തീർച്ചയാനെ. അച്ഛൻ ഇപ്പോൾ അതൊന്നും ചെയ്യാത്തതിന് കാരണം തന്നെ അവൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അച്ഛൻ അറിയാവുന്നത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുക. നേരെ ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ ഇനിയിപ്പം അതുപോലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല, കാരണം കമ്പനിയിൽ ആദർശില്ലെങ്കിൽ ആദർശം നോക്കുന്ന പോലെ കമ്പനി നോക്കാൻ വേറെ ഒരാളില്ല എന്നുള്ള കാര്യം അച്ഛനറിയാം. അച്ഛനാണെങ്കിൽ വലിയൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇതുപോലെ ഒരു തീരുമാനം എടുത്തതും ആദർശിൻ്റെ കൂടെ നിൽക്കുന്നതും എന്ന് ദേവയാനി പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആദർശിനെ പോലെ കമ്പനി നോക്കാൻ പറ്റുന്ന ഒരാളില്ലാത്തതുള്ളൂ, പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവനേക്കാളും കഴിവുള്ളവരൊക്കെ, അവരെ വേണമെങ്കിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ എന്നോടോ അജയനോടോ കമ്പനി നോക്കാൻ പറയാലോ, ഇത്തിരി ലാഭം കുറയുന്നല്ലേ ഉള്ളൂ, എങ്കിലും ഞങ്ങളും കമ്പനി നോക്കിയേനെ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല, ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല, എങ്കിൽ അവനത് പ്രൂവ് ചെയ്യട്ടെ, അങ്ങനെ പ്രൂവ് ചെയ്താൽ അന്ന് ഞാൻ അവനെയും ചന്തുമോളെയും സ്നേഹിച്ചോളാം, അതല്ല എങ്കിൽ ഈ രണ്ടുപേരെയും ഞാൻ അകറ്റി തന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോകുന്നു. അതോർത്തിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ജയൻ. പിന്നെ കാണിക്കുന്നത് അഭിയെയും നവ്യയാണ്. രണ്ടുപേരോട് ഇങ്ങനെ പുറത്തു പോയി ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണേ. അന്നേരം സംസാര വിഷയം ആദർശിൻ്റെ കാര്യം തന്നെയാണ്. നേരെ നവ്യ പറയുക, എന്നാലും നിങ്ങളുടെ ഏട്ടൻ ഇത്രയും വലിയ ആളായിട്ട് ഒരു വലിയ മിസ്റ്റർ ക്ലീനായിട്ട് നടന്നിട്ട് ഇതുപോലൊരു തെറ്റ് ചെയ്തല്ലോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം, പക്ഷെ ഇതുപോലെ മൂടി വെച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ അത്ഭുതം നിൻ്റെ അനിയത്തിയാണ്, അവർക്ക് എങ്ങനെയാണ് ആദർശനോട് ഇങ്ങനെ സഹകരിച്ച് നിൽക്കാനായിട്ടൊക്കെ പറ്റുന്നത്, എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അവൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, അവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വീട്ടിൽ വന്ന് നിൽക്കണ്ടേ, അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടമാകുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ട് അവളങ്ങ് സഹിക്കുന്നതാണ് എല്ലാം എന്ന് നവ്യ പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അവരുടെ രീതികൾ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ആ കൊച്ചിനെ അവർ സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം കൊച്ചാണെന്ന് തോന്നും, അതുപോലെയാണ് അവർ ആ കൊച്ചിനെ ഏറ്റെടുത്തേക്കുന്നത് എന്ന് തോന്നും. എന്നിട്ട് നവ്യയുടെ മനസ്സിൽ വിഷം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറയുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നീയും മോനോട് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മോൻ്റെ പ്രാധാന്യം കുറയുമോ എന്നാണ് എൻ്റെ പേടി എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കും, അതെന്താ അഭി അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വീട്ടിലേക്കൊരു കൊച്ചു വരുന്നത്, അതും വീട്ടിലെ കൊച്ചുമോളാണെന്നാണല്ലോ പറയപ്പെട്ടേക്കുന്നത്, പിന്നെ അമ്മയില്ല, അമ്മയുള്ളതാണെങ്കിലോ കോമ സ്റ്റേജിലുമാണ്, അതിൻ്റെ എല്ലാ പ്രാധാന്യവും എല്ലാവരും ആ കൊച്ചിന് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം കുറയുമോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇതല്ലേ ശരിക്കും കൊച്ചുമോൻ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നീ നോക്കിയും കണ്ടും എല്ലാം ചെയ്തോണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് പറയുന്നുണ്ട് അഭി. അങ്ങനെ തിരിച്ചും മറിച്ചും നയനയായിട്ട് ഒന്ന് തെറ്റിക്കാൻ നോക്കുന്നുണ്ട് അഭി. പക്ഷെ അങ്ങനെയല്ല, അവൾ പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, അവൾക്ക് വേറെ ആരെ അങ്ങനെ വേദനിപ്പിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നയനേനെ ന്യായീകരിക്കുന്നുണ്ട് നവ്യ. പക്ഷെ ആദർശനോട് ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നാളെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ വരുവല്ലേ, ആ കൂട്ടത്തിൽ ആദർശേട്ടൻ ഉണ്ടാകരുത്, എനിക്ക് അയാളുടെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അങ്ങേരെ വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാട്ടോ പറയുന്നത്. അത്രത്തോളം വെറുത്തുപോയി നവ്യ ആദർശനെ. അതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, ആ ആദർശൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ കോടതി കയറ്റിയേനെ, ഇട്ട് വട്ടം കറക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം കുറുക്കൻ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ആ പ്രശ്നങ്ങൾ മൊത്തം ആദർശന് മേൽ അടിച്ചേൽപ്പിക്കുകയും കൂടുതൽ അങ്ങ് വിഷം കുത്തിക്കാൻ നോക്കുകയൊക്കെയാണ് അഭി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ട്രെയിനറിനെയാണ്. ട്രെയിനർ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ മദ്യപിച്ച് ലക്കില്ലാതെ വരുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അങ്ങേരെ നന്നായിട്ട് തല്ലുന്നുണ്ട്, തല്ലി കൈയൊക്കെ ഓടിക്കുന്ന രീതിയിൽ ഒരു പരുവാക്കുന്നുണ്ട് കേട്ടോ. കുറേ തല്ല് കൊടുത്തിട്ട് നന്ദു അവിടുന്ന് ഓടിപ്പോകും.
കൂടെ തുഷാരയുണ്ട് കേട്ടോ. രണ്ടുപേരൂടെ അടി കൊടുത്തിട്ട് ഓടിപ്പോവാണ്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന ഈ കാര്യങ്ങളെല്ലാം ആദർശനോട് പറയുകയാണ്. ആ ട്രെയിനറെ കൊണ്ട് നന്ദുവിനാകെ ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദർശേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവിടുത്തെ തിരക്കൊക്കെ കാരണമാണ്, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകായിരുന്നു, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് അതിൽ ഇടപെടാൻ പറ്റാതെ പോയത് എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ഇടപെടേണ്ടി വരില്ല, അവളെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ തനി കോണം പുറത്ത് കാണിക്കും, അത് തന്നെ അവിടെയും ചെയ്തു, അയാൾക്കിട്ട് നല്ലത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, ഈശ്വര, പബ്ലിക്കായിട്ട് അവൾ അയാളെ തല്ലിയെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും അല്ല തല്ലിയത്, ഇരട്ടടി കൊടുക്കുമായിരുന്നു, അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് ഒരുപാടൊന്നും എതിർക്കാനും സാധിച്ചില്ല, കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് അവൾ പറഞ്ഞു എന്ന് പറയും. അന്നേരം ആദർശ് പറയും, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ, ഇനിയിപ്പോൾ അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ നന്ദുവിൻ്റെ പേര്, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് മുത്തശ്ശനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം, എന്തെങ്കിലും ചെയ്യുക എന്ന് പറയും. എന്നിട്ട് ആദർശ് നയനോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നീ അറിയിക്കേണ്ട, അവൻ അല്ലെങ്കിൽ നന്ദുവിനോട് ഭയങ്കര ആരാധനയാണ്, ഇനിയിപ്പോൾ ട്രെയിനറിന് വരെ അവൾ അവിടുന്ന് ഇങ്ങനെ തല്ല് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവന് പിന്നെ ആ ആരാധന കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊന്നും അനിയെ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരം നയന പറയും, അനിയെ അവൾ വിളിക്കാറൊന്നുമില്ല, ഇനിയിപ്പോൾ അനി എപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അനി എങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അനാമികയെ ഒന്ന് ഉപദേശിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അവളെ ഉപദേശിക്കാനൊന്നും ഇനി പറ്റത്തില്ല, അവൾ എന്നെ കാണുന്നതേ മുഖം തിരിച്ച് പോകുമെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് തുഷാരയും നന്ദുവിനെയാണ്. അടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരത്തേനും തുഷാര പറയുന്നുണ്ട്, ഏതായാലും നല്ല ഒന്നാന്തര സിനിമാ സ്റ്റൈൽ തല്ലായിരുന്നു, ഇതുപോലൊരു തല്ല് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും, പ്രശ്നമാകത്തൊന്നുമില്ല, ഒരു പെണ്ണ് അയാളെ തല്ലി എന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നാണക്കേടാ, അതുകൊണ്ട് ഇത് കേസാക്കാനൊന്നും പോകുന്നില്ല, കൈ ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേറെ ഒരു ട്രെയിനർ വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കനകയും ഗോവിന്ദനും സംസാരിക്കുകയാണ്. അവർക്ക് ഭയങ്കര സംശയം, അനന്തപുരിയിൽ എന്താണ് നടക്കുന്നത്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതൊന്നും തെളിച്ച് പറയുന്നില്ലല്ലോ ജലജ, അതിൻ്റെ സംശയങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അഭിയാണ്, പക്ഷേ അഭിയുടെ അത്ര തന്നെ തെറ്റ് ചെയ്ത ആൾ അവിടെ ഉണ്ട്, നിങ്ങളുടെ ഇളയ മരുമോനും അത്ര ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും കാരണം ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ആദർശ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും നാളെ അങ്ങോട്ട് ചെല്ലൂലോ, അന്നേരം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം സംശയത്തോടെ നോക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും. എന്തെങ്കിലും അഭി പറഞ്ഞെങ്കിൽ പറ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുമില്ല. അന്നേരത്തേക്കാണ് നന്ദു അങ്ങോട്ട് പോകാൻ വിളിക്കുന്നത്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, വിശേഷം എന്താ മോളെ, ഒന്നുമില്ല, നാളെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ്, ഇപ്പോൾ അഭിക്കും അതുപോലെ അഭിയുടെ അമ്മയ്ക്കും ഒക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, മോനോടും വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നേരത്തെ തന്നെ അങ്ങോട്ട് പോയേക്കാം എന്നിങ്ങനെ ഓർക്കുകയാണ് എന്ന് പറയുമ്പോഴേക്ക് നന്ദു ചോദിക്കുന്നുണ്ട്, അഭിയുടെ മാറ്റം വിശ്വസിക്കാവോ എന്ന്. അപ്പോൾ നവ്യ പറയും, അഭിയുടെ മാറ്റം വിശ്വസിക്കാം, ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത് ആദർശേട്ടൻ്റെ പെരുമാറ്റവും രീതികളുമാണ് എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കും, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ നവ്യ പറയും, അതൊക്കെയുണ്ട്, അതെന്താണെന്നൊക്കെ നീ പിന്നെ അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും കനക ഇങ്ങനെ ഫോൺ മേടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദുമോളെ നിനക്ക് എന്തെങ്കിലും അറിയാവോ, ആദർശമോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, നയനമോൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞില്ല, അമ്മ തന്നെ ചേച്ചിയോട് ചോദിക്കുക, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരത്തേക്ക് നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് അറിയില്ല, എവിടെയാണെങ്കിലും ക്വാർട്ടേഴ്സ് ഉണ്ടാകും, എവിടെയാണെങ്കിലും അച്ഛനും അമ്മയും എൻ്റെ കൂടെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, നിൻ്റെ അച്ഛനല്ലേ സമ്മതിക്കുമെന്ന് അറിയില്ല, ഞാൻ കൊടുക്കുക എന്ന് പറയും. ഗോവിന്ദൻ്റെ കൈ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ക്വാർട്ടേഴ്സിലൊക്കെ ഒന്നും ഞങ്ങൾ വരില്ല, നീ നിൻ്റെ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിക്കോ, എനിക്കിവിടെ ചെറിയ ജോലിയൊക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് ഞാൻ നടന്നോളാം എന്ന് പറയും. പിന്നെ അതിനിടയ്ക്കും പറയുന്നുണ്ട്, അനിയെ ഫോൺ വിളിക്കരുത്, അങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും ഇല്ല അച്ഛാ എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദു. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും അനിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി വിഷമത്തിലാണ് കേട്ടോ നന്ദു. അതിങ്ങനെ ഓർത്ത് ചിന്തിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ എന്തൊക്കെയാവും നമുക്ക് കാണാം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.